ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വിച്ചസിലേക്ക് സ്വാഗതം. അപ്പം നമുക്ക് വെറുതെ കളയുന്ന കുപ്പി കൊണ്ട് നമുക്ക് ആലോചിക്കാൻ പോലും പറ്റാത്ത അത്രയും യൂസ്ഫുള്ളാണ് നമുക്കുള്ളത്. അപ്പോൾ ഈസി ആയിട്ട് തന്നെ നമുക്ക് കുപ്പി ഉണ്ടെങ്കിൽ വീട് ക്ലീൻ ആക്കാനും അതുപോലെ തന്നെ നമുക്കിപ്പോൾ മഴക്കാലമാണ്. അപ്പോൾ നമ്മളുടെ കുടയിലെ വെള്ളമൊക്കെ നമുക്ക് ഈസി ആയിട്ട് തന്നെ കളയാനും എവിടെ വേണമെങ്കിലും നമുക്ക് കാറിലും ഒക്കെ നമുക്ക് ഈസി ആയിട്ട് കുട കൊണ്ടുപോകാവുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മളുടെ കാറിലൊന്നും ഒട്ടും തന്നെ വെള്ളം വരില്ല. അതുപോലെ തന്നെ നമ്മളുടെ സിങ്കിലൊക്കെ ബ്ലോക്ക് ആകാറുണ്ട്. അതൊക്കെ നമുക്ക് കുപ്പി ഉണ്ടെങ്കിൽ തടയാം. അത് മാത്രമല്ല നമ്മളുടെ പച്ചക്കറി വരെ നമുക്ക് ഈസി ആയിട്ട് തന്നെ കുപ്പി ഉണ്ടെങ്കിൽ അരിഞ്ഞെടുക്കാവുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ നമുക്കൊരു ഷവറായിട്ട് തന്നെ കുപ്പി ഉപയോഗിക്കാവുന്നതാണ്. അപ്പം നമ്മൾ വെറുതെ കളയുന്നതാണ് നമ്മൾ വെള്ളമൊക്കെ മേടിച്ചിട്ട് കുപ്പി. അപ്പം ഇനി ആരും കുപ്പി കളയരുത്. നമുക്കത് ഈസി ആയിട്ട് മാങ്ങ വരെ നമുക്ക് പറിച്ചെടുക്കാം കേട്ടോ. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. അപ്പം ഞാൻ ഉപയോഗിക്കാത്ത ഇത്രയും കുപ്പികളാണ് ഉള്ളത്. അപ്പം എല്ലാം എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ പല വലുപ്പത്തിലുള്ള കുപ്പികളുണ്ടെങ്കിൽ നമുക്ക് അത്രയും നല്ലതാണ്. അപ്പം ഞാൻ ഇപ്പോൾ ഒരു വലിയ കുപ്പിയാണ് എടുക്കുന്നത്. അതിൻ്റെ ഒരു മാർക്ക് ചെയ്ത ശേഷം പേന കൊണ്ട് മാർക്ക് ചെയ്ത ശേഷം അത്രയും പോർഷൻസ് നമുക്ക് കട്ട് ചെയ്ത് കളയണേ. അപ്പോൾ ആ കട്ട് ചെയ്ത് കളയിട്ട് ബാക്കിയുള്ള പോർഷൻസാണ് വേണ്ടത്. ഈ ഒരു ഭാഗം നമുക്ക് വേണ്ട. അപ്പോൾ ഈസി ആയിട്ട് മാങ്ങ പറിക്കാനുള്ള ഒരു ഐഡിയ ആണ് കാണിക്കുന്നത്. അപ്പോൾ അത് ഇങ്ങനെയായിരിക്കും വരുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഒരു സ്റ്റിക്കാണ് വേണ്ടത്. നമുക്ക് എത്രയാണ് ഹൈറ്റ് ഉള്ളത് അത്രയും നീളത്തിലുള്ള ഒരു സ്റ്റിക്കാണ് വേണ്ടത്. അപ്പോൾ എന്നിട്ട് നമുക്ക് ആ വട്ടത്തിലൂടെ ഈ സ്റ്റിക്കിൻ്റെ അറ്റം ഒന്ന് കയറ്റി കൊടുക്കുക. അപ്പോൾ ടൈറ്റ് ആകാൻ വേണ്ടി നമുക്ക് സെല്ലോ ടോപ്പ് വെച്ച് നല്ല ടൈറ്റായിട്ട് തന്നെ രണ്ടും കൂടെ കൂട്ടി യോജിപ്പിക്കുക കേട്ടോ. അതിനുശേഷം പശ വെച്ചുകൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ അത് പോകത്തില്ല. അതിനുശേഷം നമുക്കത് മാങ്ങ ഈസി ആയിട്ട് തന്നെ പറിച്ചെടുക്കാവുന്നേ ഉള്ളൂ. നമ്മളുടെ ആ ഹോളിൽ കയറ്റി കുപ്പിയുടെ ഹോളിൽ കയറ്റി ഒന്ന് വലിച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ ഈസി ആയിട്ടുള്ള ഐഡിയ ആണ്. അടുത്തത് ഇതുപോലെ ഒരു കുപ്പിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് ശേഷം നമുക്കിത് ഹാഫായിട്ട് ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ മുറിച്ചെടുത്ത ശേഷം നമുക്കിത് ഈ ഒരു പോർഷൻസാണ് വേണ്ടത്. ഈ ബാക്കിയുള്ള പോർഷൻസ് വേണ്ട. ഈ ഒരു പോർഷൻസാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ആ മൂടിയുള്ള വശമാണ് എടുത്തിരിക്കുന്നത്. ഇനി ഞാൻ ഹോളിട്ട് കൊടുക്കുന്നുണ്ട് ആ മൂടിക്ക് ചുറ്റുമായിട്ട് റൗണ്ടിലായിട്ട്. അതിനുശേഷം ഒരു വെള്ള ബനിയനാണ് എടുത്തിരിക്കുന്നത്. ഇത് നല്ല നീളത്തിലായിട്ട് ഒരേ വലുപ്പത്തിൽ നല്ല തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ നമ്മളുടെ കുപ്പിക്ക് ഹോള് വിട്ട് കൊടുത്തിട്ടുണ്ട് ചുറ്റും. ഇനി നമുക്ക് ഓരോ ഹോളിലാക്കി ഇതുപോലെ ഒന്ന് കെട്ടിയിട്ട് കൊടുക്കണേ. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ ഐഡിയ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പുറത്ത് നിന്ന് മോപ്പൊന്നും മേടിക്കേണ്ട കാര്യമില്ല. ഈസി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. എല്ലായിടത്തും ഞാൻ ഒരുപോലെ ഒന്ന് കെട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ നമുക്ക് സ്റ്റിക്കാണ് വേണ്ടത്. ആ സ്റ്റിക്കിലൊന്ന് നമ്മളുടെ ആ വാവട്ടം ഒന്ന് കയറ്റി ഒന്ന് നല്ലപോലെ ടൈറ്റായിട്ട് നമുക്ക് സെല്ലോ ടോപ്പ് വെച്ച് ഒട്ടിച്ചെടുക്കാം. അതിനുശേഷം നമുക്കിത് ഇതുപോലെ മോപ്പ് അതിൻ്റെ ആവശ്യമില്ല. നമുക്കിതുപോലെ തന്നെ വെള്ളത്തിൽ നമുക്ക് എന്തുവാണ് ഒഴിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് വെറും ഉപ്പിട്ട് ആണെങ്കിൽ നമുക്ക് വെള്ളത്തിൽ ഉപ്പിട്ടാണെങ്കിലും നമുക്കിതുപോലെ തറ തുടക്കാം. അപ്പോൾ അണുക്കളൊക്കെ നല്ലപോലെ തന്നെ പോയി കിട്ടും. അത് നല്ലൊരു ഐഡിയ ആണ് കേട്ടോ. തുടക്കാൻ നേരത്ത് കുറച്ച് വെള്ളത്തിൽ നോർമൽ വാട്ടറിൽ ഉപ്പിട്ട ശേഷം നമുക്കിതുപോലെ തറ തുടച്ചാൽ നല്ലപോലെ ക്ലീനായിട്ട് കിട്ടുകയും അതുപോലെ തന്നെ അണുക്കളൊക്കെ പോയി കിട്ടും. അപ്പോൾ അത് നമ്മളുടെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കുപ്പി കൊണ്ടുള്ള മോപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തറയെല്ലാം തുടച്ച് നല്ലപോലെ തന്നെ വെളുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് നല്ല യൂസ്ഫുള്ളാണല്ലേ കുപ്പി കൊണ്ട്. ഞാൻ അടുത്ത ഒരു ഐഡിയയാണ് കാണിക്കുന്നത്. കുപ്പി അതുപോലെ തന്നെ ഞാൻ എൻ്റെ വാവട്ടം മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ആ വലിയ പോർഷൻസാണ് വേണ്ടത്. അപ്പോൾ ആ വലിയ പോർഷൻസ് മാത്രമാണ് വേണ്ടത്. ഇതുപോലെയാണ് കട്ട് ചെയ്യേണ്ടത്. ഇത്രയും വലിപ്പമുള്ള കുപ്പിയെങ്കിലും വേണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ആ മൂട് വശം മാറ്റിയിട്ട് ഈ നീളമുള്ള വശം മാത്രം നമുക്ക് മതി. അതിന് ശേഷം നമ്മൾ ഇതുപോലുള്ള പേപ്പർ കവറിൻ്റെ ഒക്കെ മേടിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു വള്ളിയുണ്ടല്ലോ, അതിന് ഞാൻ ഒരെണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ ഒന്ന് ഹാങ് ചെയ്യേണ്ട വിധത്തിൽ രണ്ടറ്റത്തും ഒരു ഹോൾ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്കിപ്പോൾ മഴക്കാലമാണ്. അപ്പോൾ നമുക്കറിയാം കുട നമുക്ക് എവിടെ കൊണ്ടുപോയാലും ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. വെള്ളമൊക്കെ ഊർന്ന് പോകും അല്ലേ. അപ്പോൾ ഇതുപോലെ നമുക്കിത് കൊണ്ട് നടക്കുവാണെങ്കിൽ വെള്ളമൊന്നും ഊർന്ന് പോകത്തുമില്ല. അതുപോലെ തന്നെ നമ്മളുടെ കാറിലൊക്കെ ഈസി ആയിട്ട് തന്നെ നമുക്ക് വെക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്കറിയാം കാറിലൊക്കെ നമ്മൾ കുട വെക്കുവാണെങ്കിൽ അവിടെ ഇവിടെയൊക്കെ വെള്ളം വീഴും. ഇതാകുമ്പോൾ നമുക്ക് ആ കുപ്പിയിൽ വെള്ളം വീർന്ന് കിടക്കുകയും ചെയ്യും. എവിടെ വേണമെങ്കിലും ഇതുപോലെ ഹാങ് ചെയ്തിടാവേ. ഇപ്പോൾ സീറ്റിൻ്റെ ഒരു സൈഡിൽ വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ ഹാങ് ചെയ്തിടാം. വെള്ളം ഒട്ടും തന്നെ സീറ്റിൽ പോലും വീടില്ല. അതുപോലെ തന്നെ സൈഡിൽ നമുക്ക് സുരക്ഷിതമായിട്ട് വെക്കാം. അതുപോലെ തന്നെ നമ്മളുടെ താഴെയാണെങ്കിലും വെച്ചാൽ നമ്മളുടെ താഴെ ഭാഗമൊന്നും വെള്ളം വീഴാതെ നല്ല കംഫർട്ടായിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ മഴക്കാലത്ത് നല്ലൊരു ഐഡിയ ആണ്. കുപ്പി ഉണ്ടെങ്കിൽ ആ കുപ്പിയിലെ വെള്ളമാണ്, കുടയിലെ വെള്ളമാണ് കാണുന്നത്. അപ്പോൾ ഈസി ആയിട്ട് നല്ലൊരു ഐഡിയ ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. അടുത്തത് ഇതുപോലൊരു കുപ്പിയുടെ ഏറ്റവും ഭാഗം ഞാനൊന്ന് കട്ട് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ചെറിയ ചെറിയ ഹോളിട്ട് കൊടുക്കണേ. അപ്പോൾ ഇത് നമുക്കത് നല്ലൊരു ഐഡിയ ആണ്. നമുക്ക് വെള്ളം നിറച്ച ശേഷം നമ്മളിത് ആ മൂടി നമ്മളുടെ ക്യാപ്പ് ഒന്ന് ഓപ്പൺ ചെയ്താൽ ഇതുപോലെ തന്നെ ഒരു ഷവറായിട്ട് നമ്മളുടെ ചെടികൾക്കൊക്കെ
വെള്ളം നമുക്ക് വീഴ്ത്താം. അപ്പം നല്ലൊരു ഐഡിയ ആണ്. നമുക്ക് ഓസ് വെച്ച് ഓരോരോ ചെടിക്ക് നനയ്ക്കുന്നതിന് പകരം ഇതെവിടെയെങ്കിലും ഒന്ന് വെച്ചാൽ എല്ലാ ചെടികൾക്കും ഒരുപോലെ തന്നെ വെള്ളം കിട്ടും കേട്ടോ. അപ്പം നല്ലൊരു ഐഡിയ ആണ്. അപ്പോൾ വെള്ളം നമുക്ക് സ്റ്റോപ്പ് ആകണമെങ്കിൽ നമുക്ക് ആ ക്യാപ്പ് നല്ലപോലെ അടച്ചു വെച്ചാൽ മതി. ഇനി അടുത്തത് ഞാൻ എൻ്റെ കുപ്പിയുടെ ഏറ്റവും അടിഭാഗം എടുത്തിട്ട് അടിഭാഗത്ത് നല്ലപോലെ ഹോളിട്ട് കൊടുത്തിട്ടുണ്ട് അടുപ്പിച്ച്. അതിനുശേഷം നമുക്ക് സിങ്കിലേക്ക് ബ്ലോക്ക് തടയാനുള്ള ഒരു ഐഡിയ ആണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ സിങ്കിൽ നമുക്കറിയാം ഉള്ളി അതുപോലെ തന്നെ വേപ്പിലയുടെയൊക്കെ തോലൊക്കെ വീഴുമ്പം ബ്ലോക്ക് ആകാറുണ്ട്. അപ്പോൾ അത് നമുക്ക് ആ ഭാഗത്ത് ഇതുപോലെ വെച്ചാൽ നമ്മളുടെ ആ വേസ്റ്റൊക്കെ അതിൽ വന്നിരുന്നോളും. അപ്പോൾ ആ ലാസ്റ്റ് നമുക്ക് ഇതുപോലെ എടുത്ത് കളഞ്ഞാൽ മാത്രം മതി. അപ്പം നമ്മളുടെ സിങ്ക് ബ്ലോക്ക് ആകത്തുമില്ല. നല്ലൊരു ഐഡിയ ആണ്. എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണം. അടുത്ത് ഞാൻ ഒരു കുപ്പിയുടെ ഏറ്റവും ടോപ്പ് ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഒരു ലിറ്റർ കുപ്പിയുടെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിനുശേഷം ഏറ്റവും മൂടി ഭാഗത്ത് ആ കുറച്ച് ഭാഗം കട്ട് ചെയ്തിട്ട് നമുക്കിപ്പോൾ മഴക്കാലമൊക്കെയാണ്, നമ്മളുടെ പുറത്തുള്ള സ്വിച്ചൊക്കെ വെള്ളമൊക്കെ വീണ് ചീത്തയാകാറുണ്ട്. അപ്പോൾ ആ ഭാഗം നമുക്ക് കവർ ചെയ്ത് വെക്കാം. ഇതുപോലെ നമുക്ക് ഫെവിക്വിക്ക് കൊണ്ട് ഒട്ടിച്ച് വെച്ചാൽ നമുക്ക് ഉള്ളിൽ കൂടെ നമുക്ക് സ്വിച്ച് ഇടുകയും ചെയ്യാം, അടച്ചു വെക്കുകയും ചെയ്യാം. നല്ലൊരു ഐഡിയ ആണ്. ഒട്ടും തന്നെ വെള്ളം വീഴുകയില്ല. നമ്മളുടെ സ്വിച്ചൊക്കെ നല്ല കംഫർട്ടായിട്ട് ഇരിക്കുകയും ചെയ്യും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. അടുത്ത ഐഡിയ ഞാൻ ഒരു കുപ്പിയുടെ ഏറ്റവും മേൽഭാഗം നല്ല നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം റബ്ബറാണ് എടുത്തിരിക്കുന്നത്. കയ്യിൽ നമുക്കിതുപോലെ ഇട്ട് കൊടുത്ത് നമ്മളുടെ വെജിറ്റബിൾസൊക്കെ ഈസി ആയിട്ട് ഒരേ വലുപ്പത്തിൽ വേഗത്തിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഞാൻ കുറച്ച് കോവയ്ക്കയാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മളുടെ കൈയൊന്നും മുറിയത്തുമില്ല. അതുപോലെ തന്നെ ഫസ്റ്റ് ടൈമൊക്കെയാണ് ചെറിയ പിള്ളേരൊക്കെ കട്ട് ചെയ്യുന്നതെങ്കിൽ അവർക്ക് ഈ ഒരു ഐഡിയ ഉപകരിക്കും. കൈ ഒട്ടും തന്നെ നമ്മളുടെ നൈഫൊന്നും കൊണ്ട് കട്ടാകത്തില്ല കേട്ടോ. അപ്പം നല്ലൊരു ഐഡിയ ആണ്. അപ്പോൾ അടുത്തത് ഞാൻ ഇതുപോലെ തന്നെ നീളത്തിൽ ഒരു പോർഷൻസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇതുപോലെ ഒരു ഹാങ് ചെയ്യുന്ന ഒരു കയറും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എവിടെ വേണമെങ്കിലും തൂക്കിയിടാം. നമ്മളുടെ പ്ലാസ്റ്റിക് കവറൊക്കെ കിച്ചണിൽ വരുന്ന പ്ലാസ്റ്റിക് കവറൊക്കെ ഇതുപോലെ കളക്ട് ചെയ്ത് നമുക്ക് എവിടെയെങ്കിലും ഹാങ് ചെയ്തിടുവാണെങ്കിൽ വലിച്ചു വാരിയൊന്നും ഇടേണ്ട. ആവശ്യത്തിന് നമുക്കിത് ഇതുപോലെ ഓരോന്ന് എടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.